Hey all, this is me Arun here, your mentor, your coach in trading. Israel-Palestine war എങ്ങനെ മാർക്കറ്റിനെ അഫക്ട് ചെയ്തു? സി ലൈക്ക് ക്രൂഡ് ഓയിൽ സർജ് ചെയ്തു, ഗോൾഡും സർജ് ചെയ്തു, ഗ്ലോബൽ മാർക്കറ്റിനെ അത് അഫക്ട് ചെയ്യുകയും ഇന്ത്യൻ മാർക്കറ്റ് എന്നാൽ കുറെ അധികം മൂവ്മെന്റ് തന്നോന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെറിയൊരു ബെയറിഷ് സൈഡിലോട്ട് നല്ലൊരു മൊമെന്റം കാണിച്ച് നിൽക്കുകയാണ്. ലാസ്റ്റ് ഫ്രൈഡേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ചെറിയൊരു ബുള്ളിഷ് സൈഡിലോട്ട് ഒരു അങ്ങോട്ടൊരു പുഷ് കാണിക്കുന്നുണ്ടായിരുന്നു. ബട്ട് എന്നാൽ ഈ ഒരു വാറിന്റെ ബേസ് തന്നെ ആയിരിക്കണം maybe fear, psychological moves എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഇതിന്റെ ബേസിസിൽ മാർക്കറ്റ് നല്ല ഫൈറ്റ് ആണ്, ബുൾസും ബേഴ്സും തമ്മിൽ നല്ല ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ അൾട്ടിമേറ്റ്ലി ഐ തിങ്ക് ബേഴ്സ് വിൻ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനോട് ഒരു മൊമെന്റം ഗ്രാബ് ചെയ്ത് നിൽക്കുകയാണ് കറന്റ്. അതെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. സോ വെൽക്കം ടു അവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെഷൻ, പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. നിഫ്റ്റി നമ്മൾ ഇന്ന് നല്ലൊരു മൊമെന്റം പ്രതീക്ഷിച്ചു. നിഫ്റ്റി ബാങ്കിൽ പ്രതീക്ഷിച്ചു. നിഫ്റ്റി ബാങ്ക് ടു സം സർട്ടൻ പോയിന്റിൽ എക്സ്റ്റെൻഡ് നമുക്ക് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഹ്യൂജ് മൂവ്മെന്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് നിഫ്റ്റി തന്നു. നിഫ്റ്റിയാണ് ആക്ച്വലി നമുക്ക് ടാർഗറ്റ് 1 ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അബൌട്ട് ഫിന്നിറ്റി നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ബട്ട് എന്നാൽ അത് റീട്രേസ് ചെയ്താൽ വന്ന ടൈമിൽ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, നമുക്ക് ഇവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. പ്ലാനിങ് ഡ്രീമിംഗ് ഒക്കെ ഇൻവാലിഡ് ആണ് എപ്പോ എക്സിക്യൂഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ബട്ട് സംതിങ് റൈറ്റ്, അത് നല്ലൊരു മൂവ്മെന്റ് തിരികെ ഫിന്നിറ്റി റോക്കറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ നമ്മൾ സ്റ്റോക്ക് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തപ്പോഴത്തേക്ക് അതില് ഇന്ന് ഒരെണ്ണമാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അദാനി പോർട്ട് സൂപ്പർബായിരുന്നു. ഐ തിങ്ക് ROI എന്ന് പറയുന്നത് 60% above. 60% above. നമ്മൾ 20 നിന്ന് വാങ്ങിച്ചു. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 32 ആയിരുന്നു. 32 സ്ട്രൈക്ക് ചെയ്തു. 33, 34, 35 പ്ലസ് വരെ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു അദാനി പോർട്ട്. അത് ഓൾമോസ്റ്റ് അത് 40 ആകുമ്പോഴത്തേക്ക് ROI എന്ന് പറയുന്നത് 100% ആണ്. ഓൾമോസ്റ്റ് നമ്മളുടെ ആ ഒരു സ്റ്റോക്ക് ഓപ്ഷൻസിന്റെ ഗ്രൂപ്പിൽ ഐ തിങ്ക് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് 3000 സംതിങ് ആണ്. ഓൾമോസ്റ്റ് ഐ തിങ്ക് ഇന്നലെ സംതിങ് 10-12 പേര് ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. ഫുള്ളി റിക്കവർ ആയിട്ടുണ്ട് അവർക്കത്. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ നമുക്ക് നോക്കാം ഇന്ന് മാർക്കറ്റ് എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, നമ്മൾ മാർക്കറ്റിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അത് എത്രത്തോളം ശരിയായിരുന്നു എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് നിഫ്റ്റിയിലോട്ട് തന്നെ പോകാവുന്നതാണ്. യെസ്, നിഫ്റ്റി, ഹിയർ വി ഗോ. സോ നിഫ്റ്റി നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു സർട്ടൻ റേഞ്ചിൽ നിന്ന് എടുത്തു. ബട്ട് എന്നാൽ ഇത് വാലിഡ് അല്ലായിരുന്നു. ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ അല്ലായിരുന്നു. നമുക്കൊരു 50 EMA ഉണ്ട് ഇവിടെ. 50 EMAയുടെ ബേസിലായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഫസ്റ്റ് 2 ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് ഈ ഒരു സർട്ടൻ പോയിന്റ് 2:1:2.6 ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഇത് ജസ്റ്റ് സിസ്റ്റത്തിൽ കീപ്പ് ചെയ്ത മാത്രമാണ്. ഐ മീൻ ഇന്ന് സ്പോട്ടിൽ നമ്മൾ കാണിച്ച മാത്രമായിരുന്നുണ്ടായിരുന്നു. ഇന്ന് ആദ്യമേ നമ്മൾ നമ്മളുടെ ഇൻട്രാഡേ ഇൻഡെക്സിന്റെ ഗ്രൂപ്പിൽ നമ്മൾ ഈ കോൾ പ്രൊവൈഡ് ചെയ്തപ്പോഴത്തേക്ക് ഞാനൊരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എടുത്ത സിഗ്നൽസ് നമ്മൾ ഷെയർ ചെയ്തപ്പോൾ ഞാനൊരു കാര്യം പറയുകയും ചെയ്തു. ആദ്യമായിട്ടാണ് ഓൾമോസ്റ്റ് നമ്മളൊരു 3-4 months പ്ലസ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളുടെ ആ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ നിഫ്റ്റിക്ക് 30 പോയിന്റ്സ് 25-30 പോയിന്റ്സ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനടുത്ത് പറയുകയും ചെയ്തത് ലെറ്റ്സ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിലും ലെറ്റ്സ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംതിങ്. ബട്ട് എന്നാൽ നിഫ്റ്റി ആ ഒരു സ്റ്റോപ്പ് ലോസിന്റെ അടുത്ത് പോകുക പോലും ചെയ്തിട്ടില്ല. നിഫ്റ്റി ബാങ്ക് സ്റ്റോപ്പ് ലോസിന്റെ അടുത്ത് വന്ന് കളിച്ചു, ദെൻ അത് നേരെ കയറി പോകുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് എടുത്തിട്ടുള്ള 3 നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന 3 ട്രേഡ്സുകളും നമുക്ക് ഇന്ന് നല്ല സക്സസ് ആയിരുന്നു. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഡെഫിനറ്റ്ലി സ്റ്റോക്ക് ഓപ്ഷൻ ആയിരുന്നു. 20 നിന്ന് നേരെ പ്രീമിയം പോയത് 32 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് മാത്രമാണ്, സെക്കൻഡ് ടാർഗറ്റ് ഈസ് ഓൾമോസ്റ്റ് 45 ആണ്. ബട്ട് എന്നാൽ 45 വെയിറ്റ് ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈ? 40 is more than enough. ROI എന്ന് പറയുന്നത് 100% ആണ്. ROI എന്ന് പറയുന്നത് 100%. Good, right? Let's see. നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കാൻ വെയിറ്റ് ചെയ്ത് ഈ ഒരു സെറ്റൻ പോയിട്ട് അപ്പോഴും ഒന്നും ആയിട്ടില്ല. ഐ തിങ്ക് 95 ആയിരുന്നു ഒന്ന് എൻട്രി. പ്രീമിയം ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് ഇവിടുന്ന് എൻട്രി ചെയ്ത് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് 70 വരെ പോയുള്ളൂ. ലെസ് ദാൻ 70 അത് പോയിട്ടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ. എന്നിട്ട് മാർക്കറ്റ് അത് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്തു. ലാസ്റ്റ് വീക്ക് നമുക്ക് മോശമായിട്ടൊരു വീക്കായിരുന്നു ഡെഫിനറ്റ്ലി. കാരണം മാർക്കറ്റ് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും, ബുൾസും ബേസും ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമിൽ
മൊമെന്റം ട്രേഡ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ട്രേഡ്സ് ലൈക്ക് അനലൈസ് ചെയ്ത് പെർഫെക്റ്റ് ആകാനായിട്ട്. റൈറ്റ്, പറ്റുന്നവരൊക്കെ മാക്സിമം ലൈവ് ഒന്ന് തിരിച്ചു പോയി കണ്ടു നോക്കുക. ഇന്ന് കുറെ അധികം വാലിഡ് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ എനിക്ക് നോട്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള രീതിയിൽ 2-3 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ. സോ മാർക്കറ്റ് ഓൾമോസ്റ്റ് ലൈക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും ഓൾമോസ്റ്റ് ഈ ഒരു സെർട്ടൻ പോയിന്റിൽ വന്ന് ഫോളോ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഐ തിങ്ക് ലൈക്ക് 1995 നിന്നെടുത്തു 125 വരെ പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് 125 ആയിരുന്നു. അത് നമുക്ക് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഗുഡ്, സൂപ്പർ, നല്ലൊരു ട്രേഡ് ആയിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. വാട്ട് അബൌട്ട് നിഫ്റ്റി ബാങ്ക്? സി ഹിയർ നിഫ്റ്റി ബാങ്ക് ഓൾമോസ്റ്റ് ലൈക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എൻട്രി എടുക്കുക. ഇതൊന്ന് തിരിച്ച് ഇവിടെ പോയി, ഞാൻ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റോപ്പ് ലോസിന്റെ ആ റേഞ്ചിൽ വന്ന് കളിച്ചു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അത് ഫോളോ ആകുകയും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് വെൻ ഫ്രം 260-70 റേഞ്ചിലൊന്ന് ബൈ ചെയ്തത് 230-300 റേഞ്ച് പോയിട്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഐ റിമെമ്പർ എക്സാക്ട്ലി ഓൾ ദോസ് പോയിന്റ്സ് there. നമ്മളുടെ മെയിൻ ഹീറോ ഫിൻനിഫ്റ്റി നമുക്കിന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ലായിരുന്നു. ബട്ട് സി ഫിൻനിഫ്റ്റി നല്ലൊരു ഹ്യൂജ് മൂവ്മെന്റ് തന്നത്. ഫിൻനിഫ്റ്റി ഫസ്റ്റ് ഫോൾ വന്നു, ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു 30-40 പോയിന്റ്സ് കാണിച്ചുകൊണ്ട് ഞാനത് ഇനിഷ്യേറ്റ് ചെയ്തില്ല. ബട്ട് ഹിയർ ഇത് നല്ലൊരു എൻട്രി എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നു. അത് ലൈക്ക് ഓക്കെ വേണോ വേണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു അവിടെ. ബട്ട് എന്നാൽ എടുത്തില്ല കേട്ടോ. നമ്മൾ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു, കോഴ്സ് നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് മാർക്കറ്റ് നല്ലൊരു ഫോൾ വന്നു. ഈ ഒരു ക്യാൻഡിലുണ്ടോ, സൂപ്പർബ് ക്യാൻഡിലായിരുന്നു അത്. ആൻഡ് ഇറ്റ് വെന്റ് ലൈക്ക് ദിസ് ആൻഡ് നല്ലൊരു റീടെസ്റ്റ് എടുത്ത് നിൽക്കുകയാണ്. കറന്റ്ലി ബെയറിഷിൽ നിൽക്കുകയാണ്. ആൻഡ് ഓൾസോ അദാനി പോർട്ട് സി ഇതായിരുന്നു ട്രേഡ്. ഹൗസ് ഇറ്റ് 1:3.76 ആണ് വേണ്ടത്. ഇവിടുന്ന് നല്ല രീതിയിൽ നമുക്ക് ക്യാച്ച് ചെയ്യും. ഫസ്റ്റ് ടാർഗറ്റ് എത്തിയിട്ടില്ല, ഐ മീൻ ലൈക്ക് സ്പോട്ടിൽ എത്തിയിട്ടില്ല. ബട്ട് നമ്മൾ കോൾ ഷെയർ ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ലൈക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ പേജാണ് ഇത്, ലൈക്ക് ഗ്രൂപ്പാണിത്. ഇവിടെ ഓൾമോസ്റ്റ് ലൈക്ക് അദാനി അദാനി പോർട്ട് ഒക്ടോബർ 800 ബീറ്റ് ബൈ ഇൻ 26. സ്റ്റോപ്പ് ലോസ് വെറും 4 പോയിന്റ്സ് മാത്രമല്ല. ടാർഗറ്റ് 32-45. ബട്ട് ഇത് 35+ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത ടൈമിലെ ചാർട്ടാണ് നമ്മളിത് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ് വെന്റ് ലൈക്ക് ദിസ്. അത് ക്ലോസ് ചെയ്ത് എവിടെയാണെന്ന് കണ്ടിട്ടുണ്ടല്ലോ, റൈറ്റ്? അതുപോലെയായിരുന്നു നമുക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളുടെ നോർമൽ ഇൻഡെക്സിന്റെ പേജ് ആയിരുന്നു. നമ്മൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് പ്രൈസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 എണ്ണത്തിൽ. ബട്ട് ഫിൻനിഫ്റ്റിയിൽ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. നിഫ്റ്റി 90-95 125 ആയിരുന്നു ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ദെൻ നിഫ്റ്റി ബാങ്കിൽ 265 എൻട്രി. സ്റ്റോപ്പ് ലോസ് 265 200 വരുമ്പോൾ നമുക്ക് ഓൾറെഡി ലോട്ട് സൈസ് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു ലോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെസ് ദാൻ 1000 മാത്രമായിരിക്കും നിങ്ങൾക്ക്, ലെറ്റ്സ് സേ ഒരു 1000 ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വരത്തുള്ളൂ മാക്സിമം പെർ ലോട്ട്. നമ്മൾ ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. 290+ വരെ പോയി. ആൻഡ് ഇത് സെക്കൻഡാണ്. നിഫ്റ്റി പിന്നെയും തിരിച്ച് റീട്രേസ്. ഫസ്റ്റ് 125 അടിച്ചു, പിന്നെ തിരിച്ചു പോയിട്ട് പിന്നെയും അത് 110+ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലായിരുന്നു നമുക്ക് ഇന്ന് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ എം ലിറ്ററലി ഹാപ്പി. ഞാൻ ഹാപ്പിയാണ്. എസ്പെഷ്യലി നമ്മുടെ അദാനി പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് സൂപ്പർ. ജസ്റ്റ് മിസ് ചെയ്തത് ഫിൻനിഫ്റ്റി മാത്രമാണ്. ബട്ട് വി ഡോണ്ട് കെയർ, റൈറ്റ്? മാർക്കറ്റിൽ എത്രയോ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പുറകെ ഓടിപ്പോയി പിടിച്ചൊരു കാര്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് ബി പേഷ്യൻസ്. സോ നമുക്കൊന്ന് നോക്കാം ഗ്ലോബൽ മാർക്കറ്റ് ഇന്ന് എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായി, ഐ മീൻ ലൈക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആയിരിക്കാം എന്ന് ഇനി പോകാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് വാലിഡേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഗ്ലോബൽ മാർക്കറ്റ്. Dow Jones almost like ഈ ഒരു സെർട്ടൻ റേഞ്ചിലാണ് ലാസ്റ്റ് ഡേ വന്ന് ക്ലോസ് ആയിട്ടുള്ളത്. സോ ഐ പേഴ്സണലി ബിലീവ് ഇത് നല്ലൊരു ഗ്യാപ് ഡൗൺ ഇല്ല. ഈ മൈറ്റ് ബി ഇതിന് താഴെയൊക്കെ ആയിട്ട് ഗ്യാപ് ഡൗണിൽ വരികയും ഇത് താഴത്തേക്ക് ഒരു ഫോള് തന്നു പോയി ഇവിടം വരെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു ലൈൻ കൊണ്ട് കൊടുക്കുന്നു 32 ഏരിയ. ബട്ട് എന്നാൽ ഈ വാർ അത്ര സ്ട്രോങ് ആയിട്ട് ലൈക്ക് സീ റൂട്ട്സിനോ കാര്യങ്ങളോ ഒന്നും അത്ര സ്ട്രോങ് ആയിട്ട് അഫക്ട് ചെയ്തിട്ടില്ല ഈ വാർ കറന്റ്ലി. മൈറ്റ് ബി അത് പിന്നീട് അഫക്ട് ചെയ്യുമായിരിക്കും. ഇസ്രായേൽ ഓൾമോസ്റ്റ് ലൈക്ക് 1000 കടന്നു തോന്നുന്നു മരണസംഖ്യ. ഇറ്റ്സ് നോട്ട് ഗുഡ്, റൈറ്റ്? ലെറ്റ്സ് പ്രേ ഫോർ ദം. അതല്ലാതെ നമുക്ക് ഇവിടെ നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അറ്റ് പ്രസന്റ് ഐ ബിലീവ്. ഇസ് മൈ വ്യൂ, റൈറ്റ്? എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈക്ക് സെഷൻ ഓഫ് അവർ വീഡിയോ, ഇല്ലെങ്കിൽ ഈ ഒരു വാട്ട് ടു സേ ലൈക്ക് ഈ ഒരു സെഷനിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയാൻ കഴിയുന്ന പ്രീമാർക്കറ്റ് സെഷനിലോട്ട് നമുക്ക് പോകുന്നതാണ്. പ്രീമാർക്കറ്റ് സെഷൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, വാർ വന്നിട്ടുണ്ട്. സോ എനിക്ക് ബൈ ചെയ്തേക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന്
സൂക്ഷിച്ചു വെക്കുക. ഇതുകൊണ്ട് മാർക്കറ്റ് ഫുള്ളി താഴത്തേക്ക് പോകണം നിർബന്ധമൊന്നുമില്ല. പ്രൈസ് എന്താണോ കാണിക്കുന്നത് അതിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഇത് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് അറിയാം, മാർക്കറ്റ് നേരത്തെ താഴത്തേക്ക് വരുന്നുണ്ട്, ഇനി എന്തായാലും നേരത്തെ മുകളിലേക്ക് ഒന്ന് പോകണം, സോ സി ബൈ ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. മാർക്കറ്റിനെ മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കണം നമ്മൾ അത് ഫോർവേഡ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് ലൈക്ക് കൂടുതൽ കഥകളോട്ട് പോകുന്നില്ല, നമുക്ക് നേരെ നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിനിഫ്റ്റിയോട് നേരെ പോകാവുന്നതാണ്. സോ നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ലെറ്റ്സ് സേ നമുക്ക് ഇതിന് താഴെ, അതായത് ഈ ഒരു ലെവൽ ഉണ്ടോ, ഇതിന് താഴെ നമുക്ക് ബെയർ ഇഷ്യൂ കീപ്പ് ചെയ്യാം. നാളെ ഒരു ഗ്യാപ് ഡൗൺ ആകാനായിട്ടുള്ള ഒരു പ്രോബിലിറ്റി കാണുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെ ഇന്നത്തെ ലോയ്ക്ക് താഴെ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി വരികയാണെങ്കിൽ നമുക്ക് നാളെ ഒരു ബെയറി സൈഡിലോട്ട് പുഷ് ചെയ്യാവുന്നതാണ്. ബുള്ളി സൈഡിലോട്ട് വേണ്ട, കറൻലി ഇത് ഇങ്ങനെ നിൽക്കട്ടെ, നമ്മൾ ബെയറി സൈഡിലോട്ട് നമ്മൾ പുഷ് ചെയ്യുന്നുള്ളൂ. ഇൻ ദാറ്റ് കേസ് നമുക്ക് ഇവിടെ ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഇതൊരു ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട, ലെറ്റ്സ് ഇവിടെ തന്നെ നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. ഇവിടുന്നാണ് ബെയർ ഷ്യൂ തുടങ്ങുന്നത്. 19,480 താഴെ ക്യാൻഡിൽ വരികയാണെങ്കിൽ ബെയർ ഷ്യൂ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് 19,329 എന്ന് പറയുന്നത് നമ്മളുടെ ടാർഗറ്റുമായിരിക്കും. ഫൈൻ, ഇതിനിടയ്ക്ക് ജസ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. എന്നാൽ അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് ആണ് നാളെ കിട്ടാനായിട്ട് പ്രോബിലിറ്റി ഉള്ളത്. ഒരു കാര്യം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, എന്താണ് എക്സ്പയറി അല്ലെ. എന്തിന്റെ എക്സ്പയറി? ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ട്. തീർച്ചയായിട്ടും അത് അഫക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. സോ ഹിയർ വി ഗോ വിത്ത് നെക്സ്റ്റ് ലെവൽ. ഓക്കെ, എടുക്കാം. ഇതിന് താഴെ കൺസിഡർ ചെയ്തോ, ഇച്ചിരി സേഫ് ആണല്ലോ അല്ലെ. സോ ഓൾമോസ്റ്റ് ലൈക്ക് മാർക്കറ്റ് ഇതിന് താഴെ വരികയാണെങ്കിൽ ഫസ്റ്റ് ഇതൊരു മൈനർ ടാർഗറ്റ് ആയിട്ട്, ഇതൊരു മേജർ ടാർഗറ്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. സോ ഈ ലെവലിനെ നമുക്ക് ബെയറിഷ് വ്യൂവിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. 43,797, ലെറ്റ്സ് സേ 43,800 താഴെ വന്ന് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ നമുക്കൊരു ബെയറിഷ് വ്യൂ കീപ്പ് ചെയ്യുകയും 43,676 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും, മൈനർ ടാർഗറ്റ് ആണ് ഡെഫിനറ്റ്ലി. മെയിൻ ടാർഗറ്റ് ആയിട്ട് 43,400 ഹ്യൂജ് ടാർഗറ്റ് ഉണ്ട്. മാർക്കറ്റ് ഫോൾ ആകുകയാണെങ്കിൽ ലെറ്റ്സ് grab some money from market അല്ലേ, let's loot some money from market ആണ് നമുക്ക് നിഫ്റ്റി ബാങ്കിലുള്ളത്. Then what about ഫിൻനിഫ്റ്റി ഓൾമോസ്റ്റ് സെയിം ആണ്, ലൈക്ക് നിഫ്റ്റി ബാങ്ക് പോലെ തന്നെയാണ് ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. See here, so നമുക്ക് ഇതിന് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു ബെയർ ഇഷ്യൂ കീപ്പ് ചെയ്യുകയും, ഇതൊരു മൈനർ ടാർഗറ്റ് ആയിട്ട്, ഇതൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും, then about ഇത് നമുക്കൊരു ഫൈനൽ ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് ലൈക്ക് 3 ടാർഗറ്റ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. എക്സ്പയറി ഡേയ്സ് എല്ലാം തന്നെ കൺസോൾഡേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല റാലി തരുന്ന എക്സ്പയറി ഡേയ്സ് ഉണ്ട്. സോ നാളെ നമുക്ക് നല്ല റാലി തരുന്ന ഒരു എക്സ്പയറി ഡേ ആയിക്കോട്ടെ, റൈറ്റ്? സോ നമുക്ക് നോക്കാം എന്തായാലും. അപ്പം നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ലൈവ് സെഷൻ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാകുന്നതായിരിക്കും. 9-9:15 ഗ്യാപ്പിൽ ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം, ഒരുമിച്ചിരുന്ന് ലേണും കൂടെ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അടിയിൽ എല്ലാവരും കൂടി പോയി കമന്റ് ചെയ്യുക, പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യണോ എന്നുള്ളത്. OI അനാലിസിസ് ഞാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് സോറി, ഞാനത് ജസ്റ്റ് ലൈക്ക് ഞാനത് ഇപ്പോഴാണ് ഓർത്തത്. ഒരാൾ ഇങ്ങനെ ചോദിച്ചിട്ടാണ് ചെയ്തു തുടങ്ങിയത്. വിത്തിൻ ഫ്യൂ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് നമ്മൾ അതുപോലെ യൂസ്ഡ് ആയിക്കോളും. ഓക്കെ, അതിന് മുമ്പായിട്ട് OI അനാലിസിസിന്റെ വീഡിയോ കൂടെ ജനറേറ്റ് ചെയ്ത് തരാം. സോ ദാറ്റ് നിങ്ങൾക്ക് കൂടെ മനസ്സിലാവും എന്താണ് ഈ OI, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ത്രൂ അവർ ബ്യൂട്ടിഫുൾ കമന്റ്സ്. അപ്പൊ നമുക്ക് നാളെ കാണാതെയാണ്. ബൈ.